എറണാകുളം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം റോഡിലൂടെ ഒഴുകുന്നു. ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെയാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത്. മലിനജലം പുറത്തേക്ക് ഒഴുകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. ദിവസേന 1000-ലധികം രോഗികളാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തുന്നത്. ദുസ്സഹമായ ദുർഗന്ധവും മലിനജലത്തിലൂടെയുള്ള നടപ്പും വലിയ ദുരിതമാണ് രോഗികൾക്കും കൂടെയെത്തുന്നവർക്കും പ്രദേശവാസികൾക്കും ഉണ്ടാക്കുന്നത്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മലിനജലം പുറത്തേക്കൊഴുകുന്നത്. ഈ ഒഴുകിയെത്തുന്ന മലിനജലം റോഡിലൂടെ കിലോമീറ്ററുകളോളം ദൂരത്തിലൊഴുകി പരന്നിരിക്കുന്ന സാഹചര്യവുമുണ്ട്. രോഗികളായി എത്തുന്നവരെ വീണ്ടും രോഗികളാക്കി മാറ്റുന്ന സമീപനമാണ് അധികാരികൾ സ്വീകരിച്ചു വരുന്നത്. വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധവും ദുരിതവുമായിരിക്കും പ്രദേശത്ത് ഉണ്ടാവുക. സെപ്റ്റിക് ടാങ്ക് ഓവർഫ്ലോ ആയിട്ടാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കണേ. അതിഭയങ്കര മണ. ഇപ്പൊ പുഴ ഒഴുകുമണ്ണ ഒഴുകണേ. ഇതിന്റെ ഒരു പരിഹാരമാർഗം ശാശ്വതമായിട്ട് ഉണ്ടാക്കണം. 2 കിണർ കണക്ക് 2 കുഴി കുഴിച്ചിട്ടു. ഇത് കൊടുത്ത് മുനിസിപ്പാലിറ്റി ഇതിൽ ഒക്കെ വന്ന് അതിൽ നിന്ന് ഇപ്പൊ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ഇത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാ. 100-400 ജനങ്ങൾ ഇവിടെ വന്നാ. കൊച്ചുകുട്ടികളുമായി എത്തുന്നവർ വരെ വലിയ ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത്. വാഹനങ്ങൾ പോകുമ്പോൾ മറ്റും കാൽനടയാത്രക്കാരുടെ ദേഹത്ത് മലിനജലം പതിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. സമീപത്തെ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഉള്ളവർക്ക് വരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗത്തിൽ അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.